മൗനം വ്യാഖ്യാ പ്രകടിതപരബ്രഹ്മതത്വം യുവാനാം വർഷിഷ്ടാന്തേ സദൃഷീണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഢേ. ശരണമന്ത്രം പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു മണ്ഡലകാലം കൂടി ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അനുഭൂതി വിശേഷം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ മണ്ഡലകാലവും ആരംഭിക്കുന്നത്. നവംബർ 16 മുതൽ ഡിസംബർ 26 വരെയുള്ള 41 ദിവസമാണ് ഈ വർഷം മണ്ഡലകാലം ആരംഭിക്കുന്നത്. വൃശ്ചികം 1 മുതൽ ധനുമാസം 11 വരെയുള്ള 41 ദിവസത്തെയാണ് നമ്മൾ മണ്ഡലകാലമായി കരുതുന്നത്. മകരമാസത്തിൽ ഉത്തരായനകാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ഭക്തിനിർഭരമായ ആരാധനകളോടെ ഉത്തരായനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മണ്ഡലകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം ശബരിമലയിലുള്ള അല്ലെങ്കിൽ മണ്ഡലകാലത്ത് ശബരിമലയിലേക്കുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ കാലം മാത്രമല്ല മണ്ഡലകാലം. അതിനോടൊപ്പം തന്നെ പല കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലുമെല്ലാം ധാരാളമായി കളമെഴുത്തുപാട്ടുകളും അതുപോലെ മറ്റ് ഉത്സവ പരിപാടികളും നടക്കുന്ന ഒരു കാലമാണ് മണ്ഡലകാലം എന്ന് പറയുന്നത്. ഈ മണ്ഡലകാലങ്ങളിൽ ശബരിമലയ്ക്ക് വ്രതമെടുക്കുന്ന സമയത്ത് വളരെ ശക്തമായ രീതിയിൽ കഠിനമായ വ്രതങ്ങളായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളിൽ കുറേ ലോപങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിൽ മുദ്രയിട്ട് മാലയിട്ട് കഴിയുന്നതോടുകൂടി ഒരു ബ്രഹ്മചാരിയുടെ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ഒരു അയ്യപ്പൻ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ആ മാലയിട്ടതിന് ശേഷം സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാതെ സ്വയം ഭക്ഷണം പാകം ചെയ്ത് മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വാമിമാരെല്ലാവരും കൂടി താമസിച്ച് വൈകുന്നേരങ്ങളിലും പ്രഭാതങ്ങളിലും ധാരാളമായി ഭജനകൾ ഉരുവിട്ടുകൊണ്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ വ്രതാനുഷ്ഠാനങ്ങളിൽ കുറേ കുറവുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ധാരാളമായിട്ടുള്ള ആഘോഷ പരിപാടികളും അനുഷ്ഠാനങ്ങളും ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ശബരിമല ഒരുപക്ഷെ ഇന്ന് ലോകപ്രസിദ്ധി ആർജിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നിന്നും മാത്രമായിരുന്നു ആരാധകരുണ്ടായിരുന്നത്. പിന്നീട് തമിഴ്നാട്ടിലേക്കും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് ലോകപ്രസിദ്ധി ആർജിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു ക്ഷേത്രമായിക്കൊണ്ട് ശബരിമല മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ പ്രതിബന്ധങ്ങളെ നേരിട്ടിട്ടായാലും ഓരോ വർഷവും കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ ആ സാന്നിധ്യം തന്നെ ആ ശക്തിവിശേഷങ്ങളെ കൂടുതൽ നമ്മുടെ ഇടയിലേക്ക് പ്രകാശിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പൻ്റെ ചരിത്രം തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് തന്നെ ശബരിമല നമ്മുടെ പുരാണങ്ങളിലെല്ലാം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. രാമായണത്തിൽ ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് വനവാസക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ അഗസ്ത്യകൂടം മലയെല്ലാം കടന്ന് അതിനുശേഷം സഖ്യപർവ്വതത്തിലേക്ക് എത്തുന്ന സമയത്ത് ശബരിയെ സന്ദർശിച്ചതായിട്ടുള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ അയ്യപ്പൻ്റെ ചരിത്രം തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് തന്നെ ശബരിമലയുടെ ചരിത്രം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശബരിമലയിൽ ഇന്ന് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് വളരെ ഒരു തപസ്വിയായിട്ടുള്ള ശബരി തൻ്റെ ആശ്രമം വച്ചിരുന്നത് ഈ ശബരിമലയിലായിരുന്നു. ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് അയ്യപ്പൻ്റെ സാന്നിധ്യമാണ് അവിടെ കാണുന്നത് എന്നുണ്ടെങ്കിലും അയ്യപ്പൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ശബരിമലയെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ പുരാണങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. രാമായണത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ വനവാസക്കാലത്ത് ശബരിയുടെ ആശ്രമത്തിൽ സന്ദർശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്.
ശ്രീരാമൻ 2 തവണ ശബരിയുടെ ആശ്രമത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് യോഗവാസിഷ്ഠം പറയുന്നത്. യോഗവാസിഷ്ഠം എന്ന് പറയുന്നത് ശ്രീരാമനും വസിഷ്ഠനും തമ്മിലുള്ള തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവാദമാണ് യോഗവാസിഷ്ഠം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. അതായത് ശ്രീരാമൻ വസിഷ്ഠനോടുകൂടി താടകാവധത്തിനും അഹല്യാമോക്ഷത്തിനും വേണ്ടി പോകുന്ന സമയത്ത് രാമായണത്തിലെ കഥാസന്ദർഭങ്ങളെ മുഴുവൻ താത്വികമായി രണ്ടുപേരും കൂടി വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് യോഗവാസിഷ്ഠം എന്ന് പറയുന്നത്. ഈ യോഗവാസിഷ്ഠത്തിൽ 2 തവണ ശ്രീരാമൻ ശബരിയെ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായിട്ട് വനവാസക്കാലത്ത് ശ്രീരാമൻ 14 വർഷം വനവാസത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ശബരിയുടെ ആശ്രമം സന്ദർശിക്കുകയും ആ സമയത്ത് ശബരി വളരെ ലളിതമായ രീതിയിൽ ശ്രീരാമനെ സ്വീകരിക്കുകയും പഴങ്ങളും കാട്ടുചോലയിൽ നിന്നുള്ള തെളിനീരും കൊടുത്ത് ശ്രീരാമനെ സ്വീകരിക്കുകയും ശ്രീരാമൻ ശബരിയിൽ നിന്ന് ആശീർവാദം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടാമതായി ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം അയോധ്യയുടെ അധിപനായതിനു ശേഷം രാജാവായ ശ്രീരാമനും ശബരിയെ സന്ദർശിക്കുന്നുണ്ട്. ഈ ശബരിയെ സന്ദർശിക്കുന്ന സമയത്ത് രാജാവായ ശ്രീരാമൻ ശബരിയെ സന്ദർശിക്കുന്ന സമയത്ത് വളരെ രാജകീയമായ ഒരു സ്വീകരണമാണ് ശബരി ശ്രീരാമന് നൽകുന്നത്. ഈ രാജകീയമായ സ്വീകരണം നൽകി ധാരാളം താപസിമാർ വന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു. അതിനുശേഷം പട്ടുവിരിച്ച മെത്തയിലൂടെയാണ് അദ്ദേഹത്തിനെ ആശ്രമത്തിലേക്ക് ആനയിക്കുന്നത്. അവിടെ രാജകൊട്ടാരത്തിലെ പോലെ രാജകീയമായിട്ടുള്ളൊരു സിംഹാസനത്തിൽ ഇരുത്തിയാണ് അദ്ദേഹത്തിന് ആവശ്യമായ ഭോജ്യങ്ങൾ നൽകുന്നത്. അപ്പോൾ വളരെ വലിയ വിപുലമായ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ശ്രീരാമൻ ശബരിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് താൻ ഇതിനു മുമ്പ് വന്നതും രാമനായിരുന്നു, ഇപ്പോൾ വരുന്നതും രാമനാണ്, പക്ഷേ എന്താണ് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് ശബരി പറയുന്നത് അവസ്ഥാപ്രധാനം രാമ എന്നാണ് പറയുന്നത്. അവസ്ഥയാണ് പ്രധാനം. ആദ്യം വന്ന രാമൻ വനവാസകാലത്ത് വന്ന രാമനായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് രാജാവായിട്ടുള്ള രാമനാണ്. ഈ രാജാവായിട്ടുള്ള രാമന് അനുസരിച്ചിട്ടുള്ള സ്വീകരണവും വനവാസകാലത്ത് വരുന്ന രാമന് അതിനനുസരിച്ചിട്ടുള്ള സ്വീകരണവുമാണ് ശബരി നൽകുന്നത്. അപ്പം ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ധാരാളം പരാമർശങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ ശബരിമലയെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പം അയ്യപ്പന് മുന്നേ തന്നെ ശബരിമലയും നമ്മുടെ ആരാധനാ രീതികളിൽ ശാസ്താവ് എന്ന് പറയുന്ന ഒരു സങ്കല്പവും നിലനിന്നിരുന്നു. ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ ഇന്ന് അയ്യപ്പനെ കാണുന്നത്. അപ്പോൾ ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പം അയ്യപ്പനും മുന്നിൽ തന്നെ നമ്മുടെ കേരളീയ ആരാധനാ ക്രമങ്ങളിൽ നിലനിന്നിരുന്നു. അതിനുള്ള പ്രത്യേകിച്ചിട്ടുള്ള അതിന് വളരെ വലിയ ഒരു തെളിവാണ് നമ്മൾ തന്ത്രസമുച്ചയം എന്ന് പറയുന്ന നമ്മുടെ ആധികാരിക ഗ്രന്ഥമായിട്ടുള്ള, അതായത് തന്ത്രങ്ങളെക്കുറിച്ചും നമ്മുടെ പൂജാവിധികളെക്കുറിച്ചും ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഇന്നും നമ്മൾ ആധികാരിക ഗ്രന്ഥമായി കരുതുന്നത് തന്ത്രസമുച്ചയമാണ്. തന്ത്രസമുച്ചയത്തിൽ പറയുന്ന ദേവതകളിൽ ഒന്നാണ് ശാസ്താവ്. ഈ ശാസ്താവിനെ കുറിച്ചിട്ടുള്ള ധാരാളം മന്ത്രങ്ങളും തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശാസ്താവ് എന്ന് പറയുന്നത് അയ്യപ്പനും മുന്നിൽ അയ്യപ്പൻ ശാസ്താവിൻ്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ പറയുന്നത്. ശാസ്താവിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്താവിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ ജലന്ധര നിഖന്ദൻ എന്ന് ശാസ്താവിൻ്റെ സഹസ്രനാമങ്ങളിലൊന്ന് ജലന്ധര നിഖന്ദൻ എന്നാണ്. ഈ ജലന്ധര നിഖന്ദൻ എന്നുള്ള പദത്തിൽ എന്താണ് ശാസ്താവിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. അതായത് കൈലാസത്തിൽ പാർവതിയും ശിവനും കൂടി ഇരിക്കുന്ന സമയത്ത് പാർവതിയെ ഉപദ്രവിക്കുന്നതിനും പാർവതിയെ ദ്രോഹിക്കുന്നതിനും വേണ്ടി ജലന്ധരൻ എന്ന് പറയുന്ന ഒരു അസുരൻ വരികയും ഈ അസുരൻ പാർവതിയെ ദ്രോഹിക്കുന്നത് കൊണ്ട് ശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ ഈ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും, എന്നാൽ ഇവർക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ജലന്ധരനോട് യുദ്ധം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ജലന്ധരൻ വിജയിക്കുകയും ഭൂതഗണങ്ങൾ പരാജയപ്പെട്ട് മടങ്ങി ശിവന്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. ഈ ശിവന്റെ അടുത്ത് എത്തിയ ഭൂതഗണങ്ങളോട് ശിവൻ നിങ്ങൾക്ക് നല്ല പോലെയുള്ളൊരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ജലന്ധരനെ നിഗ്രഹിക്കാൻ കഴിയാത്തത്, ജലന്ധരനെ തോൽപ്പിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നു. അങ്ങനെ ശിവൻ വിഷ്ണുവിൻ്റെ സഹായത്തോടുകൂടി ഈ അസുരനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സൃഷ്ടി നടത്തുന്നു. ആ സൃഷ്ടി നടത്തുന്നതാണ് ശാസ്താവ് എന്നാണ്. ആ ശാസ്താവ്
ശാസ്താവിന്റെ നേതൃത്വത്തിലാണ് പിന്നെ ശിവന്റെ ഭൂതഗണങ്ങൾ ജലന്ധരൻ എന്ന് പറയുന്ന ഈ അസുരനെ നിഗ്രഹിക്കുന്നത്. ഈ ജലന്ധരനെ നിഗ്രഹിക്കാൻ വേണ്ടി ഭൂതഗണങ്ങളുടെ മുഴുവൻ നായകനായി നിന്ന് ഈ യുദ്ധം നയിച്ചതുകൊണ്ടാണ് പിന്നീട് ശാസ്താവിന് ഭൂതനാഥൻ എന്നുള്ള ഒരു പേര് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ എടുക്കുന്നത് ശാസ്താവിൻ്റെ ഒരു അവതാരമായിട്ടാണ് അയ്യപ്പനെ നമ്മൾ കണ്ടുവരുന്നത്. ഈ ശാസ്താവിൻ്റെ വേറൊരു ഐതിഹ്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിലെ പശ്ചിമ ഘട്ടത്തിലുള്ള മലനിരകളിൽ ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ കേരളക്കരയിലും അതുപോലെ തന്നെ അയ്യന ക്ഷേത്രങ്ങൾ അതിൻ്റെ മറ്റേ പുറത്ത്, അതായത് മറുപുറത്തുള്ള തമിഴ്നാട്ടിലും ധാരാളമായിട്ടുള്ള അയ്യന ക്ഷേത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശാസ്താവിൻ്റെ ആരാധന എന്ന് പറയുന്നത് അയ്യപ്പനും മുമ്പും നിലനിന്നിരുന്നതായിരുന്നു ശാസ്താവിൻ്റെ ആരാധന. മാത്രമല്ല ശാസ്താവിനോട് ബന്ധപ്പെട്ടൊരു ഗായത്രിയും നിലനിൽക്കുന്നുണ്ട്. ശാസ്താവിനോട് ബന്ധപ്പെട്ട് ഗായത്രി മന്ത്രങ്ങളിൽ വേദങ്ങളിലും ശാസ്താവിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ധാരാളമായിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്, ഗായത്രി എന്ന് പറയുന്നത് ഒരു ഛന്ദസ്സാണ്. ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തമാണ്. ഈ വൃത്തത്തിലുള്ള സൂര്യഗായത്രിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രചരിച്ചിട്ടുള്ളത്. സൂര്യഗായത്രി മന്ത്രമാണ് എന്നുണ്ടെങ്കിലും ഗായത്രി എന്ന് പറയുന്നത് ശിവഗായത്രി ഉണ്ട്, അതേപോലെ തന്നെ വിഷ്ണുവിനോട് ബന്ധപ്പെട്ട ഗായത്രി മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഗായത്രി മന്ത്രങ്ങളിൽ ശാസ്താവിനോട് ബന്ധപ്പെട്ട ഗായത്രി മന്ത്രങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ശാസ്താവ് എന്ന് പറയുന്ന ഒരു ഈശ്വര സാന്നിധ്യത്തിൻ്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ അയ്യപ്പനെ കാണുന്നത്. ശാസ്താവിൻ്റെ ഒരു അവതാരമാണ് അയ്യപ്പൻ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അയ്യപ്പനും മുമ്പ് ശാസ്താവ് എന്ന് പറയുന്ന ശാസ്താവിൻ്റെ ഒരു ആരാധനാ സമ്പ്രദായം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിന്നിരുന്നു എന്നും ആ ആരാധനാ സമ്പ്രദായത്തിൽ ശൈവ വൈഷ്ണവ വിഭാഗങ്ങളെ ഒന്നിച്ച് സമന്വയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു ആരാധനാ സമ്പ്രദായം നിലവിൽ വന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ആരാധനാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പന് കൂടുതൽ പ്രാധാന്യം നമ്മുടെ കേരളക്കരയിൽ ലഭിക്കുന്നതും കേരളത്തിൽ അയ്യപ്പന്റെ ആരാധന കൂടുതലായിട്ട് വരുന്നത് ശാസ്ത്രാരാധനയുടെ പിൻബലത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗുരുസ്വാമി നിനച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ലാ നേരത്തും മലകേറിപ്പോകാൻ വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ. അരുൾവായ് മൊഴി പൊരുളായി വരും തുണയാണെന്നയ്യൻ. ഗുരുസ്വാമി നിനച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ലാ നേരത്തും മലകേറിപ്പോകാൻ വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ. അരുൾവായ് മൊഴി പൊരുളായി വരും തുണയാണെന്നയ്യൻ. നാടിയിൽ നിറദീപം നിറയാൻ വരമേകിയ ഉയിരിൻ നിറക്കതിരാണെന്നയ്യൻ. ഇരുൾ മൂടിയ ഇടനാഴിയിൽ നിറദീപം നിറയാൻ വരമേകിയ ഉയിരിൻ നിറക്കതിരാണെന്നയ്യൻ. ഗുരുപാദമുടണയാനൊരു സുഹൃത സുഖം വേണം, ഗുരുദക്ഷ
ഗുരുദക്ഷിണയേകാനൊരു തളിർ വെറ്റില വേണം, ഗുരുദക്ഷിണയേകാനൊരു തളിർ വെറ്റില വേണം. ഗുരുസ്വാമി നിലച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ലാ നേരത്തും മല കേറി പോകാൻ വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ. അരുൾവായ് മൊഴി പൊരുളായി വരും തുണയാണെന്നയ്യൻ. അരുതാത്തത് മൊഴിയുമ്പോൾ അരുതെന്ന കാതിൽ, കനലാട്ടം കഴിയുമ്പോൾ കനിവായൻ കരളിൽ. അരുതാത്തത് മൊഴിയുമ്പോൾ അരുതെന്ന കാതിൽ, കനലാട്ടം കഴിയുമ്പോൾ കനിവായൻ കരളിൽ. ഗുരുവാണി അതറിയുമ്പോൾ എന്നയ്യൻ നിറയും, ഗുരുവും ഹരിപദവും ഒരു മലരാണെന്നറിയും, ഗുരുവും ഹരിപദവും ഒരു മലരാണെന്നറിയും. ഗുരുസ്വാമി നിലച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ലാ നേരം പോകാൻ വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ. അരുൾവായ് മൊഴി പൊരുളായി വരും തുണയാണെന്നയ്യൻ. ഗുരുസ്വാമി നിലച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ലാ നേരത്തും മല കേറി പോകാൻ വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ. അരുൾവായ് മൊഴി പൊരുളായി വരും തുണയാ